മാന്തോട്ടി ആർട്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ പച്ചക്കറികളൊക്കെ വളർന്നു വരുന്നതായിട്ടാണ് കാണിച്ചത്. ഇവിടെ കാബേജൊക്കെ വളർന്നു വരുന്നതായിട്ടാണ്, പയറൊക്കെ വളർന്നു വരുന്നു, അതൊക്കെയാണ് കാണിച്ചത്. ഇന്ന് അതൊക്കെ കുറച്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പറിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ ഞങ്ങൾ ചക്കയുണ്ട്, ഞാവൽപ്പഴമൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തു ചിമ്മു വാ. അപ്പോൾ ചിമ്മു ആണ് അതൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നത്. അവൾക്കാണ് ഇത് പണി കൊടുത്തേക്കുന്നത്. ചില പണികൾ അവൾക്ക് വിട്ട് ഡ്യൂട്ടിയാ. വാടേ നിറച്ചും ചെടികൾ നിൽക്കുകയാണല്ലേ. ഈ ഇടുക്കിനകത്തൂടെ കയറി പോകുന്ന കാര്യമാണ്. പയറൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞു പോണേ തല കുഞ്ഞ്. ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ കാബേജ്. നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ, വലിയ മായൊന്നും ചേരാത്തതോടെ സാധനമാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ കടയിൽ പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ വിഷമൊക്കെ ഉള്ള മരുന്നൊക്കെ അടിച്ചുള്ളല്ലേ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ നട്ടതാണ്. പക്ഷെ ഇത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയല്ല. പക്ഷേ ഇതങ്ങനെ വളർന്നു വന്ന് നല്ല രസമുണ്ട് കാണാൻ. ഇതല്ലാതെ ഞങ്ങൾക്ക് പയറൊക്കെ ഉണ്ട് കേട്ടോ. ചിമ്മ ഒന്ന് കട്ട് ചെയ്താൽ ചിമ്മു ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എന്താന്ന് കാണാവേ, എങ്ങനെയായി നോക്കാം. അത്തൊന്നിടാ മാറിയിരിക്കുന്നത്. കാബേജ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് എടുക്ക് പൊക്ക്. കട്ട് ചെയ്തെങ്കിൽ എടുക്ക്, കയ്യിലെടുക്കുന്നത്. കട്ട് പോട്ടെ. അങ്ങനെ എടുക്ക്. ഇത് തോരൻ വയ്ക്കുക സൂപ്പറായിരിക്കും അല്ലേ, നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ നട്ടത് കൂടെ ആകുമ്പോഴേ ഇല്ലേ. ഇലയൊക്കെ നോക്കി, കാബേജിൻ്റെ ഇല ഞാൻ സത്യം എത്ര ഉള്ളൂ. അത്തന് വേണോടാ കാബേജിൻ്റെ ഇല വേണോടാ? ഇന്ന് അവൻ്റെ ഇല ഇന്ന് കൊടുക്കാൻ പോകുന്നടാ. പിടിയടാ, എന്നാ മണിയണ്ട പിടിയടാ. എന്നാ നിനക്ക് പിടി. ഞാനല്ലാന്ന് മണിയണ്ട ഇത് പിടിയടാ. എന്നാടാ, നല്ല മണമുണ്ടോ നോക്ക്. അതിൻ്റെ ഇലക്ക് നല്ല മണമുണ്ടോ നോക്ക്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കാബേജ്, കട്ട് ചെയ്തെടുത്ത കാബേജ്. ഇതണ്ട നല്ല രസമുണ്ടല്ലയോ, നല്ല രസമുണ്ട്. ഇതിന് ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് സൂപ്പറായിരിക്കും. നല്ല വെയിറ്റ് ഉണ്ടല്ലയോ. ഇതുണ്ട്. പിന്നെ ഐശ്വര്യമായിട്ട് മണിയൻ്റെ കയ്യിലോട്ടാണ് കൊടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇനിയുണ്ട് കേട്ടോ. ഇത് നല്ല പാകമായിട്ട് വരുന്നേ ഉള്ളൂ, ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പയറൊക്കെ കട്ട് ചെയ്യാനുണ്ട്, കൊലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ടേ. വാ നമുക്ക് നോക്കാം. നോക്കിയോടാ, എന്തുവാടാ ഇത് പച്ചക്കറിയൊക്കെ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ലല്ലയോ. എന്തുവാടാ മണിയണ്ട, പ്രതീക്ഷയില്ലല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത്. ഇനി കോളിഫ്ലവറിൻ്റെ അടുത്തോട്ടാണ് ക്യാബേജൊക്കെ ഇരിക്കുന്നതേ. എൻ്റെ പൊന്നോ, ചവിട്ടി പുളുത്തി അമ്മാമ്മ എന്നെ കൊണ്ടിട്ട്. കാരണം അമ്മാമ്മയാണ് നട്ട് നനച്ച് വെച്ചത്. കഴിഞ്ഞ വീടിയില്ലേ അത്തൂനെ ഒന്ന് പൊക്കി പറഞ്ഞതാ, അത്തു വന്നു. പക്ഷെ ഇപ്പം എന്താ അവനല്ല, ചവിട്ടി തേച്ച് നാരായണക്കല്ലാക്കി ഇപ്പോൾ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല സംഭവിച്ചത്. അയ്യോ, കോളിഫ്ലവറൊക്കെ ഉണ്ടോ ഇങ്ങനെ. അയ്യോ, ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് വളരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല, ഉണ്ടാവുമെന്ന് പോലും. ഇതില്ലേ കോളിഫ്ലവറിൻ്റെ അല്ലേ ഇല്ലയോ? അല്ല, നമ്മളെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കത്തല്ലേ ഉള്ളൂ കോളിഫ്ലവർ സംഭവം. ഞാൻ അറിഞ്ഞൂടാ. വഴുതനയൊക്കെ ഉണ്ട് ഇല്ലയോ? വഴുതനയൊക്കെ ഉണ്ട്, നമുക്ക് വഴുതന ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്നും പറഞ്ഞില്ലായിരുന്നേ. കോളിഫ്ലവർ അല്ലാതെ വഴുതനയൊക്കെ ഉണ്ട്. മധുരക്കിഴങ്ങുണ്ടോ? അപ്പം ഇതാണ് ഞങ്ങളുടെ വഴുതന. ഒരുപാട് കായൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേയൊക്കെ പറിച്ചിട്ട് അത് തോരനൊക്കെ വെച്ചു എല്ലാം ചെയ്തതാണേ. അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ബാക്കിയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് പോച്ചയൊക്കെ ഒന്ന് പറിക്കാം കേട്ടോ. പോച്ചയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ കളിയുണ്ടാക്കി വന്നേടാ, പറിക്കുന്നു. സൈഡിൽ നിൽക്കുന്നേക്കെ പറിച്ചാണ്.
എടുത്തിട്ടാണ് അങ്ങോട്ട് തോന്നണം. ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇല്ലേ? ഇല്ലേ? സൈഡിൽ മാറ്റി പറിച്ച് കളാം. കൊല്ലെങ്കിലേ നിറച്ചും പോച്ചയൊക്കെ നിൽക്കൊണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ അതൊക്കെ പറിച്ച് കളയാം, അല്ലെങ്കിൽ ഇത് കാണത്തില്ല. ഫ്രണ്ട്സ്, അവിടെ മധുരക്കിഴങ്ങ് വരെ ഉണ്ട് കേട്ടോ. മധുരക്കിഴങ്ങ്, ചീനി, വാഴക്കുല എല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത്രയും സ്ഥലത്ത് ഇത് എത്രയും പച്ചക്കറികൾ, ഒരു വയലിൽ നടാനുള്ള മൊത്തം ഉണ്ടടേ ഇവിടെ. കണ്ടോ? ഇത് രസമാ. ഇനി മധുരക്കിഴങ്ങ് കാണിക്കും, മധുരക്കിഴങ്ങ് കാണിക്കും ഫ്രണ്ട്സിനെ. ആണ് മധുരക്കിഴങ്ങ് പിടിച്ചിരിക്കുന്നത്. ഞാനാണ് അങ്ങോട്ട് കയറാത്ത കേട്ടോ. ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നല്ലേ, കുഴിയൊക്കെ ഉണ്ടായോണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തതേ. അവിടെ പിടിച്ചാൽ കുഴിയുണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഞങ്ങളുടെ മധുരക്കിഴങ്ങ് കേട്ടോ. അപ്പം മധുരക്കിഴങ്ങ് അത് കിളയ്ക്കാൻ ഭാഗമായിട്ടില്ല കേട്ടോ. എന്തായാലും ഇത് പിടിച്ച് വരുന്നുണ്ട് ഈ മണ്ണിൽ കേട്ടോ. പിന്നെ ചീനി എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചീനി ഉണ്ട്, പിന്നെ ചീരയപ്പം ഇപ്പോൾ ഉണ്ട് കേട്ടോ. നമുക്ക് ചീനിയുടെ അടുത്തോട്ട് പിന്നെ പോവാം. ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ പയറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പയറിൻ്റെ ഭാഗം എല്ലാം ഈ മണ്ണിൽ പിടിച്ച് വരുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടൊരു കാര്യമുണ്ട്, പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞാൽ എങ്ങും പോകണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പയർ കേട്ടോ. കുറച്ചൊക്കെ പറിച്ചു വെങ്കില കേട്ടോ. പിന്നെ ഒരു തോരന മേൽക്കോട്ടി വെക്കാനൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇത് കാടല്ല കേട്ടോ, ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെടികളൊക്കെ ഏതാണ് ഞങ്ങൾ വെട്ടിക്കളയാത്തതേ. റോസാപ്പൂ ഒക്കെ നിൽപ്പുണ്ട്. അമ്മാമ്മയ്ക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടിയും എല്ലാം നട്ടുപിടിപ്പിച്ചും പച്ചക്കറിയും എല്ലാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പയർ കേട്ടോ. കുറച്ചൊക്കെ പിച്ചാനൊക്കെ കിടപ്പുണ്ടേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പയർ. ചിമ്മോ ഒരെണ്ണം പിച്ചേടി, നല്ല നോക്കി പിച്ചണേ. മുറ്റായി വന്നത് പിച്ചണം കേട്ടോ. ആ മുതുക്ക് സാധനം എടുത്ത് വേണ്ടേ. ഞങ്ങളെ പയർ പിച്ച് ചിമ്മൂനെ കൊണ്ട് അങ്ങ് പറപ്പിച്ചടേ. കണ്ട, അത് നമുക്ക് വിത്തിന് ഉപയോഗിക്കാം. ഇതോ? ഇല്ല, വിത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? അത് വിത്തിന് ഉപയോഗിക്കാം. അത് അല്ലാത്ത പറിക്കാൻ പറ നമ്മളോട്. അല്ലാത്ത പറിക്കട്ടെ ചിമ്മൂസേ. അല്ലാത്തത് പറിച്ചേ. അത് നമുക്ക് തോരൻ വെക്കാനും വെക്കാനൊക്കെ മെഴുക്ക് വെട്ടാനും ഒക്കെ ഉള്ളത്. നിന്റെ അടുത്ത് മേൽക്കോട്ട് വെക്കാൻ പറ. പറിച്ച് ചിമ്മോ. ഇന്ത്യേ അത് കുറച്ച് നിപ്പുണ്ട്. ഇതൊന്ന് മേൽക്കോട്ട് വെക്കണേ പറിച്ച്. ഇതൊന്ന് ലാസ്റ്റ് ഇത് വിത്താണല്ലോ കേട്ടോ. വിത്തുള്ളതും കൂടെ കിട്ടിയെന്ന് പറിച്ചപ്പോൾ ആണ്.